കാഴ്ചയില്ലാത്ത ആളുകൾ എങ്ങനെയാണ് ജീവിക്കുക എന്നുള്ളൊരു കാര്യം പലപ്പോഴും സംസാരങ്ങളിലൊക്കെ വരാറുണ്ട്. നേരിട്ട് ചോദിക്കുന്നില്ലെങ്കിലും പലരും പലരോടായിട്ട് പിന്നെ ആശങ്ക അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകളിലൊക്കെ പലപ്പോഴും തെളിഞ്ഞു വരുന്ന ഒരു ചിന്താഗതിയാണിത്. അപ്പൊ കാഴ്ച പരിമിതിയുള്ള ആളുകൾ, കാഴ്ചക്ക് മാത്രമേ പരിമിതി ഉള്ളൂ, അതിന് പകരം വേറൊരു മാർഗം അപ്പം തെളിഞ്ഞു വരും എന്നുള്ളൊരു കാര്യമാണ് വരുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ബ്രെയിലി ലിപി എന്ന് പറയുന്ന, ഇപ്പം സാധാരണ ആളുകൾ പെന്നും പുസ്തകവും പിടിച്ച് എഴുതുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്കും അതവര് അവരുടേതായിട്ടുള്ളൊരു ലിപിയുണ്ട്, അവരുടേതായിട്ടുള്ള അക്ഷരങ്ങളുണ്ട്. പെന്നുകൊണ്ട് ഒരു ഷേപ്പിൽ എഴുതി കഴിഞ്ഞാൽ ഇന്ന അക്ഷരമാണ്, അതൊരു അംഗീകരിക്കപ്പെട്ട ഒരു ലിപിയാണ്. അപ്പൊ അതുപോലെ തന്നെ കാഴ്ച പരിമിതി ഉള്ളവർക്കും അവരുടെ ഭാഷയിൽ അംഗീകരിക്കപ്പെട്ട ഒരു ലിപിയാണ് ബ്രെയിലി ലിപി. ഇപ്പൊ നിങ്ങളെല്ലാവരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, ഞാനും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കൊണ്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നോക്കി മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾക്ക് കൈകൊണ്ട് ടച്ച് ചെയ്യുമ്പോൾ അതിൽ സ്പീച്ച് ഔട്ട്പുട്ട് വരുന്ന ഒരു സംവിധാനം ഫോണിനകത്ത് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് നമ്മൾ സമൂഹത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മറ്റുള്ളവർക്കും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ മെത്തേഡുകളുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്.